ഓം ശാന്തി. തൻ്റെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാവാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ലോകത്തുണ്ടായിരിക്കില്ല. എന്നെന്നും ഓരോരോ വണ്ടേഴ്സ് ലൈഫ് നടക്കുമ്പോൾ ആനന്ദം കൊണ്ട് നിറഞ്ഞ ജീവിതം, ഭഗവാനോട് നന്ദി പറയുന്നതായിട്ടുള്ള ഹൃദയം, വിജയത്തിൻ്റെ ആഹ്ലാദ ഭേരികൾ, ഇതൊക്കെ നിറഞ്ഞ ജീവിതം കിട്ടാൻ ആരാ ആഗ്രഹിക്കാത്തത്? എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചിട്ടും നമ്മുടെ അടുത്തേക്ക് അത് വരാത്തത്? അതിനുള്ളൊരു സൊല്യൂഷൻ, റെഗുലറായി 30 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നതായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു സിസ്റ്റമാണെന്ന് സിസ്റ്റർ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുന്നേ ആദ്യം നമുക്ക് നമ്മളെ എന്തുകൊണ്ട് 30 ദിവസം ഇത് ചെയ്യണം എന്നതൊരു വിശകലനം ചെയ്തേ തീരും. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്നതായിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഒരു പ്രാക്ടീസ് തുടങ്ങുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ സിസ്റ്റർ ഒരുപാട് വീഡിയോസ് ധനത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, മൈൻഡിനെ ഹീൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, റിലേഷൻഷിപ്പിനെ നന്നാവാൻ വേണ്ടിക്കൊണ്ട് ഒത്തിരി വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം കേൾക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഉന്മേഷം വരുന്നു, ഉത്സാഹം വരുന്നു, നമ്മളത് ചെയ്യാൻ തുടങ്ങുന്നു. യെസ്, ഞാൻ ഇന്നത് സ്റ്റാർട്ട് ചെയ്യാനുള്ള നിശ്ചയിച്ചു, ഞാൻ ആ കാര്യം ചെയ്തു. ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചിന്തിക്കേണ്ടത്, ഈ ചെയ്യുന്ന ഞാൻ ഇന്ന് വരെ ജീവിച്ചു വന്നതായിരിക്കുന്ന ജീവിത രീതികളിലൂടെ എൻ്റെ ഉള്ളിൽ നിറച്ചതായിട്ടുള്ള കുറേ ഫീലിങ്സ്, കുറേ ഇമോഷൻസ്, ഞാൻ ഡെവലപ്പ് ചെയ്ത എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വേർഡ്സ്, ഞാൻ പറഞ്ഞു വെച്ചതായിരിക്കുന്ന മന്ത്രം പോലുള്ളതായിരിക്കുന്ന എൻ്റെ വാക്കുകൾ, എൻ്റെ ഭാവിയെക്കുറിച്ചതായിട്ടുള്ള ചിന്തകൾ, ഇനി തകർന്ന സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മോഹഭംഗങ്ങൾ ഉണ്ടാക്കിയ സങ്കടങ്ങൾ, ഇങ്ങനെ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് നോക്കിയാൽ പലപ്പോഴും ഒരു 90% ആളുകളുടെ ഉള്ളിലും അധികം നെഗറ്റീവും കുറച്ചു പോസിറ്റീവും നമുക്ക് കാണാൻ പറ്റുക. ശരിയല്ലേ? നോർമൽ ലൈഫ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 90% സാധാരണ ജനതയും, ഒരു 8% അല്ലെങ്കിൽ 9% വരുന്നവർ, അതൊന്ന് കുറച്ച് കയറിയ അവസ്ഥയിലുള്ളവരും, 1% ആൾക്കാർ അവനവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളതായിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയോ അല്ലെങ്കിൽ സംബന്ധങ്ങളിലെ സുഖം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ, ഞാൻ മുന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 0 to 7 മീൻസ് നിങ്ങൾ ജനിച്ച അന്ന് മുതൽ 7 വയസ്സ് വരെയുള്ളതായിട്ടുള്ള കാലഘട്ടത്തിൽ, ചില സാഹചര്യങ്ങൾ 8 വയസ്സ് വരെ, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരിക്കലും ഒന്നിനും വിശകലനം ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ കണ്ടോ, എന്തൊക്കെ പറഞ്ഞോ, എന്തൊക്കെ കേട്ടോ, അത് നിങ്ങളുടെ സത്യങ്ങളാണ്. എങ്ങനെ സത്യങ്ങളാണ്? വളർന്നു വന്നപ്പോൾ അത് തെറ്റെന്ന് മനസ്സിലാക്കി, പക്ഷെ ഉപബോധ മനസ്സിനത് ശരിയാണ്. അപ്പോൾ ബോധ മനസ്സുകൊണ്ട് ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴും ഉപബോധ മനസ്സിനുള്ളിൽ അതാണ് സത്യമെന്ന് ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു ലെവലിലാണ് പേഴ്സണാലിറ്റി ഡെവലപ്പായത്. കണ്ട് കേട്ട അനുഭവിച്ച കാര്യങ്ങളുടെ ആധാരത്തിൽ റെക്കോർഡ് ചെയ്തു പോയ ഒരു ആർജിത വ്യക്തിത്വം ആ സമയമാകുമ്പോഴത്തേക്കും മനസ്സിൽ ഡെവലപ്പായി. ഒരു 7 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ എന്തിനും ഏതിനും ചോദ്യം ചോദിക്കുന്ന സമയം, 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമായിട്ടുള്ള തെറ്റായിട്ടൊരു സംസാരം മാതാപിതാക്കളുടെ കയ്യിൽ നിന്നുണ്ടാകുമ്പോൾ പലപ്പോഴും പാരൻസ് വണ്ടർ അടിക്കാറുണ്ട്. കുട്ടി പറയും, എന്തിനാ അമ്മ അങ്ങനെ പറയുന്നത്, എന്തിനാ അച്ഛ അങ്ങനെ പറയുന്നത്? ഇത്തരം അവൻ്റെ രീതിയിലുള്ളതായിട്ടുള്ള വിശകലനങ്ങൾ വരാൻ തുടങ്ങും. റീസൺ, അവൻ്റെതായിട്ടുള്ള ബോധ മനസ്സുകൊണ്ട് അവനൊരു 7 മുതൽ 12 വയസ്സ് വരെ ഡെവലപ്പ് ചെയ്ത കണ്ടുകേട്ട കാര്യങ്ങൾ, അത് വളരാനും പഠിക്കാനും സാധ്യത കിട്ടിയ കുട്ടികൾക്ക്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറേയും കൂടെ സ്ട്രോങ് ആയിട്ട് റെക്കോർഡായിരിക്കുകയാണ്. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് വരുമ്പോൾ പഠനമൊക്കെ ഒന്ന് പൂർത്തിയാക്കി 10, 15 അല്ലെങ്കിൽ 18, 20 വയസ്സായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഇനി നേടിയേ പറ്റൂ, ജീവിതത്തിൽ കാല് വെച്ചേ പറ്റൂ എന്ന രീതിയിൽ ജീവിതം ആരംഭിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഡെവലപ്പ് ചെയ്ത് വെച്ചതായിരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അതിൻ്റെ വൈബ്രേഷനും പ്രകമ്പനങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിന്നെയുള്ള കാലഘട്ടം, നിങ്ങൾ എത്ര വയസ്സിലിപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിലും അത്രയും കാലഘട്ടം നിങ്ങളുടെ ഉള്ളിൽ റെക്കോർഡായി പോകുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, സങ്കടങ്ങൾ, വിജയങ്ങളാണെങ്കിൽ അത് ഈ രീതിയിൽ വലിയൊരു മാല നമ്മൾ കോർത്തു കഴിഞ്ഞു. ഈ മാലയും ഇതുകൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള ഊർജത്തിൻ്റെ ഒരു കാന്തമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ നിൽക്കുന്ന കാന്തമാണ് ഇന്ന് സിസ്റ്റർ ഒരു കാര്യം നിങ്ങളടുത്ത് ചെയ്യാൻ പറയുമ്പോൾ ആ കാര്യം ആരംഭിക്കുന്നത്. മനസ്സിലാക്കുക. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിത്തിൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവത്തിൽ ഞാൻ എന്ത് കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യത്തിൽ ലൈഫിൽ ആദ്യം ചെയ്തു നോക്കിയിട്ട് റിസൾട്ടിലാണ് പറഞ്ഞിരുന്നത്. റിസൾട്ട് ഇല്ലാതെയല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്ന വീഡിയോസ് എവിടെ ഉണ്ടെങ്കിലും അതിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് ഇതെല്ലാം അനുഭവിച്ചു നോക്കി പ്രാക്ടിക്കലായിട്ടാണ് പറഞ്ഞു തരിക. പക്ഷേ ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ
ഭാഗ്യം കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞുനാളിൽ തന്നെ ഇങ്ങനെയുള്ളതായിരിക്കുന്നൊരു വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെടാനും 13ാമത്തെ വയസ്സിൽ ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥിനിയായി. അന്ന് മുതൽ ഇങ്ങനെ ഒരു മാർഗത്തിൽ മനസ്സിനെ ശക്തമാക്കാൻ, ഇതൊന്നും ട്രെയിനിങ് ആണെന്നോ ഇത് ഉപബോധ മനസ്സുകളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വരുന്നോ ഒന്നും അറിയാത്ത കാലത്ത് ഭഗവാൻ നന്നായിട്ട് ഹീൽ ചെയ്തു, ഡെവലപ്പ് ചെയ്തു, എനർജി നിറച്ചു. ആ കൈകളിൽ വളരാനുള്ളൊരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ പലരും കമൻസിൽ പറയാറുണ്ട്, സിസ്റ്റർക്ക് അത് വേഗം നടന്നു കിട്ടും, ഞങ്ങൾക്ക് അങ്ങനെ നടന്നു കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യമാണ്, സിസ്റ്റർക്ക് കിട്ടിയ പോലെ നിങ്ങൾക്ക് കിട്ടണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ നടക്കാത്തൊരു കാര്യമല്ലല്ലോ. ഒറ്റ പ്രാവശ്യം കൊണ്ട് നടന്നില്ലെങ്കിൽ റെഗുലർ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, എന്ത് തന്നെ കഷ്ടമുള്ള അവസ്ഥയിൽ നിന്ന് വന്നവരാണെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ എത്ര കടുത്തതായിരിക്കുന്ന നിരാശയോ വിഷമോ സങ്കടമോ എന്തെല്ലാം കവചങ്ങൾ അതിൻ്റെ മേലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്തെല്ലാം അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പൊട്ടിച്ചെറിയാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനെന്ത് വേണം? ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഈസിയസ്റ്റ് മെത്തേഡ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവിടെ പോകണം. ഒരു 7 ദിവസത്തെ ക്ലാസ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളുടെ കവചം വളരെ വേഗത്തിൽ പൊട്ടും. ഈശ്വരൻ്റെ ജാലവിദ്യയാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഇത്തരത്തിലെ മെഡിറ്റേഷൻ കോഴ്സിലൂടെ മാജിക് നടക്കുന്നത് ഞാൻ കണ്ടതുമാണ്. അതിൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. തൊട്ടടുത്തുള്ളതായിട്ടുള്ള സെൻറ്ററിൽ പോകൂ. പോയിട്ട് മെഡിറ്റേഷൻ പഠിക്കാൻ പറ്റിയ നിങ്ങൾ ഭാഗ്യശാലിയാണെന്ന് ഉറപ്പിച്ചു വെച്ചോളൂ. ഈ 7 ദിവസം മെഡിറ്റേഷൻ്റെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും അരമണിക്കൂറെങ്കിലും ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്യാൻ വിധമുള്ള ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് റെഗുലർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഒരുപാട് ലക്കി. കാരണം ഇന്ന് ഏതൊരു കോഴ്സിനും മനുഷ്യന്മാർക്ക് ഇത്ര ഫീസ് എന്ന് പറയാറുണ്ട്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ലൈഫ് ലോങ് നിങ്ങൾ പഠിച്ചോ, അവിടെ ഒരു ഫീസും ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. സോ ഈസിയാണ്. അടുത്ത സെൻറ്ററിൽ പോവുക, മെഡിറ്റേഷൻ പഠിക്കുക. ദെൻ മെഡിറ്റേഷൻ പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പലരും ചോദിക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന്. അതിനും ഒരു പോംവഴിയുണ്ട്. BKS കാലിക്കറ്റ് എന്തായിട്ടുള്ള ഒരു ചാനലുണ്ട് നമ്മുടെ. അതിൽ നിങ്ങൾ കയറി നോക്കിയാൽ രാജയോഗ ശിബിരം എന്ന ചാനലിനുള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ 7 ദിവസത്തെ ബേസിക് കോഴ്സ് അതിൽ തന്നെ ഞാൻ തന്നെ ക്ലാസ് എടുത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടിട്ട് വെറുതെ തന്നെ എന്താ പറയുക, നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ വീഡിയോ കേൾക്കും പോലെ വീഡിയോ ഓണാക്കി വെച്ച് പണിയെടുത്തുകൊണ്ടിരിക്കരുത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കേട്ടെന്ന് വിചാരിക്കുകയും ചെയ്യും, ഉള്ളിലൊന്നും കയറില്ല. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, വീട്ടിൽ പ്രത്യേക ഒരു സാഹചര്യം 1 മണിക്കൂർ സമയം നമ്മുടെ വീട്ടിൽ കണ്ടെത്തുക. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ 1 മണിക്കൂർ സമയം സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ TV-യിലോ ആ ക്ലാസ് വെച്ച ശേഷം നിങ്ങളൊരു സ്ഥലത്ത് പോയി പഠിക്കാനിരുന്ന് കേൾക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെ കേൾക്കും, അതേപോലെ ആ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിലെന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും BK ഷീബയിലുള്ളതായിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ ഡൗട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ തരുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ആ രീതിയിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും പഠിക്കാം. 7 ദിവസം ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന സ്പെഷ്യൽ ഗൈഡൻസ്, ഇൻഡിവിജ്വൽ ഗൈഡൻസ് വേണമെങ്കിൽ അതിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും BK ഷീബയിലെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാവുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ അഡ്വാൻസ് ക്ലാസ്സുകളുണ്ട്. 7 ദിവസം പൂർണ്ണമായി പഠിച്ചവർക്ക് വേണ്ടി. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. പഠിച്ച ശേഷം എൻ്റെ അടുത്ത് ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലാസ്സുകളും ഇട്ടു തരുന്നതാണ്. ഇതെല്ലാം ഒരു രൂപ പോലും നിങ്ങൾ തരാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് മെഡിറ്റേഷൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തികൾ ഒന്നാണ്. അത് ചെയ്യണം. രണ്ടാമത്, ഇത് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് 30 ദിവസത്തിൻ്റെ ഈ പ്രാക്ടീസിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിക്കൊണ്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞതാണ് കേട്ടോ. രണ്ടാമത് എന്ത് ചെയ്യണം? നമ്മൾ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ തയ്യാറായിക്കൊണ്ട് ഒരു ഡയറിയും പെന്നും എടുക്കുക. എന്തുകൊണ്ടാണ് ഡയറിയും പെന്നും വേണമെന്ന് പറയാൻ കാരണം, പലരും ചോദിക്കാണ്ട് എഴുതാതെ ചിന്തിച്ചാൽ മതിയോ എന്ന്. തീർച്ചയായിട്ടും ചിന്തിച്ചാലും മതിയാകുമായിരുന്നു.
പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാൻ, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൊട്ടായിക്കോട്ടെ, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും എനിക്കല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇത്ര മണിക്കൂർ ഞാൻ അഫർമേഷൻ ചെയ്യും, ഇന്ന കാര്യം ഞാൻ പഠിക്കും, എന്തൊക്കെ ആയിക്കോട്ടെ, അഥവാ നിങ്ങൾ ഇത്ര ജോലി ഞാൻ നോക്കും, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മുതൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് വരെ നിങ്ങൾ ചെയ്തിരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന 30 കാര്യങ്ങൾ എഴുതണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 30 കാര്യങ്ങൾ. 4, 5, 6, 8 കാര്യങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ചിന്തിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്ക് മനസ്സ് എവിടേക്കെങ്കിലും ഓടിപ്പോവും. എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ 10, 12 കാര്യം വരെയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഈസി ആയിട്ട് എഴുതിയിരിക്കും. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ഞാൻ എഴുതണ്ടേ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലോക്ക് വരുമ്പോൾ കാണാൻ പറ്റും. പക്ഷേ അത് മാറ്റരുത്. പിന്നെ അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് സംഭവിക്കും, ബോധ മനസ്സാണ് ഫസ്റ്റായിട്ടുള്ള എല്ലാ ആൻസറും നമുക്ക് തരാം. ഇത് കഴിഞ്ഞ ശേഷം ഉപബോധ മനസ്സിന് മിണ്ടാതിരിക്കാൻ പറ്റാതെയാവും. അപ്പോഴതെന്ത് ചെയ്യും? ഇങ്ങനെയും കൂടെ ചെയ്തൂടെ, ഇങ്ങനെയും കൂടെ ചെയ്തൂടെ. നിങ്ങളുടെ ബിസിനസ് ഇമ്പ്രൂവ്മെൻ്റ് ആവട്ടെ, പേഴ്സണൽ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവട്ടെ, റിലേഷൻഷിപ്പിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവട്ടെ, ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആവട്ടെ, മണി ഇൻകത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ വരാൻ തുടങ്ങും. മനസ്സിലാക്കുക, സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്നു. ഈ രീതിയിൽ 30 കാര്യം കണ്ടെത്തിയ ശേഷം എന്നിട്ടേ നിർത്താവൂ. 10 കഴിഞ്ഞു, എൻ്റെ സമയം കഴിഞ്ഞു എന്ന് ചെയ്യരുത്. എങ്കിൽ നിങ്ങളിത് ചെയ്തില്ല, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടില്ല. 30 എഴുതും വരെ കണ്ടെത്തി പരിശ്രമിച്ച് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ 30 ദിവസം, ഒരു 15 ദിവസമൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം വരും എന്നുള്ള ക്ലിയർ പിക്ചർ വരാൻ തുടങ്ങും. അത് കഴിയുമ്പോഴേക്കും ഇന്നതൊക്കെയാണ് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് എന്ന് ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യണം? ആ കണ്ടെത്തിയ 10-15 പോയിന്റിൽ കൂടുതൽ വർക്ക് ചെയ്യുക, കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അതെ, അത് കുറച്ചും കൂടെ നന്നാക്കി ചെയ്യാൻ എന്ത് ചെയ്യണം? ബിസിനസ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ, ഒരു പുതിയ ഐഡിയ വന്നു, പുതിയ ആശയം വന്നു, എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാലോ ചെയ്താലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇങ്ങനെയും കൂടെ ചെയ്താൽ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം, കൂടുതൽ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു 30 ദിവസം എഴുതുന്നത് 30 ദിവസവും എഴുതണം. അതിൻ്റെ കൂട്ടത്തിൽ ഏതാണോ നിങ്ങൾക്ക് ഇതെനിക്ക് പറ്റുമെന്ന് ഉറപ്പ് തോന്നിയ കാര്യം, ആ കാര്യത്തിൽ കുറേയും കൂടെ വർക്ക് ചെയ്യുകയും കുറേയും കൂടെ പഠിക്കുകയും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ട് 30 ദിവസം നിങ്ങൾ നീക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നിങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ ഗൈഡ് നിങ്ങൾ തന്നെയായിരിക്കും. മറ്റൊരാളുടെ ആവശ്യം നിങ്ങൾക്ക് വരില്ല. ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണോ, അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണോ, ഒരു ചിന്തയില്ലാതെ നീ ഇങ്ങനെ പോകൂ എന്ന് നിങ്ങളോട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയും. ആ സമയം ബോധ മനസ്സിനേക്കാൾ ശക്തിശാലിയായിക്കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷേ കണ്ടീഷൻ 30 ദിവസം റെഗുലറായിട്ട് എഴുതണം, റെഗുലറായിട്ട് ചെയ്യണം. അത്തരത്തിൽ 30 പോയിന്റിൽ 15 പോയിന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട പോയിന്റിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഉറങ്ങും മുന്നേ ഈ എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയ കാര്യം, അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യം, അതിനുവേണ്ടി കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ കാര്യം, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള ക്ലിയർ പിക്ചർ നിങ്ങളുടെ ഗൈഡായി നിങ്ങൾ തന്നെ നിൽക്കുന്ന ഒരു സമയം വരുമ്പോൾ രാത്രി ഉറങ്ങും മുന്നേ ഒരു സിനിമ കാണും പോലെ എൻ്റെ ലൈഫ് എന്താണോ, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിതം, അതൊരു സിനിമ കാണും പോലെ വിത്ത് ഓഡിയോ കേട്ടോ. വെറുതെ ഒരു ചിത്രം മാത്രം കാണലല്ല. ആ സമയത്ത് നിങ്ങൾ ആരോട് എന്തൊക്കെ സംസാരിക്കും, അവർ നിങ്ങളോട് എന്തായിരിക്കും റെസ്പോൺസ് തരുന്നത്, ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ക്ലിയർ സിനിമ കാണും പോലെ നിങ്ങളുടെ ലൈഫിനെ കണ്ട് ഉറക്കം, നന്നായിട്ട് ഉറക്കം വരുമ്പോൾ അങ്ങ് കിടന്ന് ഉറങ്ങുക. അതുവരെ ഇത് കണ്ടിട്ട് ഈശ്വരനോട് ഓരോ സെക്കൻഡിലും ഓരോ നല്ല കാര്യം കാണുമ്പോഴും, ഓ എൻ്റെ ഭഗവാനെ ഇത്ര നല്ല ജീവിതം തന്നതിന് നിനക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സ്മൃതിയും നമ്മുടെ ഡ്രീമും രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ ബ്ലെസ്സിങ്ങും നിറച്ച് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആനന്ദത്തിൽ നിങ്ങൾ അങ്ങ് കിടന്നുറങ്ങണം. ഈ രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഫുൾ നൈറ്റ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തിലെ ഏത് രീതിയിലുള്ള പ്രതിസന്ധിയാണെങ്കിലും, ഹെൽത്ത് ആവട്ടെ, വെൽത്ത് ആവട്ടെ, റിലേഷൻ ആവട്ടെ, എന്ത് തന്നെയാണെങ്കിലും എല്ലാം മാറ്റിയെടുക്കാനുള്ള ശക്തി അത് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. നിങ്ങൾക്ക് നേടിയെടുക്കാനും ഉണർത്താനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ടെക്നിക്ക് ചെയ്തു നോക്കണം. സ്വന്തം പേഴ്സണാലിറ്റീനെ മാറ്റിമറിച്ചുകൊണ്ട് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി, ഹാപ്പി, വെൽത്തി ആയിരിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.